അധികമൊന്നും പറയില്ല, ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ വഴിയൊഴിയുന്നതാണ്. ഈ വേങ്ങരയിൽ മത്സരിക്കാൻ വേണ്ടി UDF എന്നെ ചുമതലപ്പെടുത്തുന്ന സമയത്ത് ഞാനിവിടെ വരുമ്പോ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരമുണ്ട്. ആ മത്സരത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും ചില ആളുകൾ കുടിയേറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അരിവാളും ചുറ്റികയും നക്ഷത്രവുമില്ലെന്ന് മാത്രമല്ല, CPM എന്ന പാർട്ടിയുടെ കൊടി പോലും ഈ നിയോജക മണ്ഡലത്തിൽ എവിടെയും കാണാനില്ല എന്നത് അരിവാളും ചുറ്റികയും നക്ഷത്രം മാത്രമല്ല, നിങ്ങളുടെ കൊടിയടയാളം വരെ പറിച്ചു കളയാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷമാണ് തുടങ്ങുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ മണ്ഡലത്തിൽ വരുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനത് ആവർത്തിച്ചതാണ്. ഈ മണ്ഡലം ഒരു ചെറിയ മണ്ഡലമാണ്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന മണ്ഡലമാണ്. ഒരർത്ഥത്തിൽ അതൊരു സത്യമാണ്, പക്ഷേ ഭൂവിസ്തൃതി അനുസരിച്ച് അത് സത്യമല്ല. നേരത്തെ വേങ്ങരക്കാർക്ക് വേങ്ങരയുടെ ഉൾഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കോട്ടക്കലിലൊക്കെ പോയി മലപ്പുറത്ത് പോയി തിരിഞ്ഞു കറങ്ങി മറിഞ്ഞ് 10-20 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിടത്ത് വളരെ മനോഹരമായി കടലിൻ്റെ പുഴയിലൊക്കെ സുന്ദരമായ പാലങ്ങൾ ഉണ്ടാക്കി വേങ്ങരയെ ഒരു കോഴിമുട്ട പോലെ ചെറുതാക്കിയത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വളരെ നയപരമായ സമീപനങ്ങൾ കൊണ്ടും കൺസ്ട്രക്ഷൻ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേങ്ങരയുടെ പ്രത്യേകതയെ ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ 2 സന്തോഷം എനിക്കുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ നേർക്കുനേരെ വന്ന് മുട്ടുമെന്ന് വിചാരിച്ച, കഴിഞ്ഞ 10 വർഷക്കാലം എന്നെ നിരന്തരമായി പീഡിപ്പിച്ച, മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും ചിഹ്നമുണ്ടാകും, കൊടിയുണ്ടാകും, പാർട്ടി ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതില്ലെന്ന് മാത്രമല്ല, മറ്റൊരു ഉപകാരം ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. എന്തെന്നാൽ എന്നെ ഇരുട്ടിന്റെ മറവിൽ തെറിവിളിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ എന്നെ തേജോവധം ചെയ്യാൻ പേജായ പേജുകളും സ്റ്റേജായ സ്റ്റേജുകളും ഒക്കെ ഉപയോഗിക്കുന്ന SDPI-കാരനെ ഇരുട്ടിന്റെ മറവിൽ നിന്ന് നേരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാൻ കാണിച്ച സൗമനസ്യത്തിന് CPM-നോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് BJP-യുമായി ഒരു രാഷ്ട്രീയ മത്സരത്തിന് കാസർഗോഡ് പോകണമെന്നാണ്. എന്നാൽ അതിന് സമാനമാമിതം മറ്റൊരു വർഗീയ സംഘടനയോട് ഏറ്റുമുട്ടാൻ വേങ്ങരയിൽ കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാരിതാർത്ഥ്യമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് വേങ്ങര അങ്ങാടിയിൽ ഒരു കുറ്റിയടിച്ച് അവിടെ കെട്ടാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ഇത് വേങ്ങരയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ല, കേരളത്തിന്റെ മാത്രം തെരഞ്ഞെടുപ്പല്ല. സ്നേഹമുള്ളവരെ, മെയ് 4-ാം തീയതി നിങ്ങൾ TV-യുടെ മുമ്പിൽ ഇരിക്കുന്നതൊരു പക്ഷേ വേങ്ങര ജയിച്ചത് അറിയാനായിരിക്കാം. പക്ഷേ അന്ന് അമിത പ്രാധാന്യത്തോടെ ഇന്ത്യ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ എത്ര സ്റ്റേറ്റുകൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടി പിന്തുണ തന്നു എന്ന് അറിയാനായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ വേങ്ങരക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഈ ദുർഭരണം അവസാനിപ്പിക്കുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഫാഷിസത്തെ വേരോടെ പിഴുതറിയാൻ ജനിച്ച ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധിക്ക് കൂടെ പിന്തുണ കൊടുക്കാനാണ് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന വോട്ടിന് ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളോട് പറയുന്നു. രണ്ടർത്ഥത്തിൽ നമ്മൾ പ്രയാസത്തിലാണ്.
ഇതാ ഇന്ന് വേങ്ങര അങ്ങാടിയിൽ ഒരു ബോർഡുണ്ട്. വേങ്ങരയിലെ നയാര പെട്രോൾ പമ്പിൽ വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു നയാര പെട്രോൾ പമ്പിൽ. നാളെ അതെല്ലായിടത്തും ഉണ്ടാകും. മിനിഞ്ഞാന്നാണ് ഗ്യാസിന്റെ വില വർദ്ധിച്ചത്. ഇത്രമേൽ അഴിമതി നിറഞ്ഞ, ഇത്രമേൽ മനുഷ്യനെ പിടിഞ്ഞെടുക്കുന്ന, നിങ്ങൾ ഓർക്കണം, ക്രൂഡ് ഓയിലിന് ഒരു ബാരലിൽ നിന്ന് $100 ഉള്ള സമയത്തുള്ള റേറ്റാണ്. 60ഉം 65ഉം റേറ്റ് ഉള്ളപ്പോഴും ഈ രാജ്യം കൂട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭീകരമായ അഴിമതി, അദാനിയെ മുന്നിൽ നിർത്തി നടത്തുന്ന അഴിമതി. നമുക്കറിയാം, ഇറാനിൽ നടന്ന യുദ്ധം എങ്ങനെയാണ് വേങ്ങര അങ്ങാടിയിൽ ബാധിക്കുന്നത്. ഇവിടെ ചിലർ വേങ്ങര അങ്ങാടിയിലെ തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇറാനിൽ ബോംബ് വീണപ്പോൾ വേങ്ങരയിൽ ഗ്യാസ് തുറന്നത്? രാഷ്ട്രീയം അറിയില്ലെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ലോകം ഇപ്പോൾ ഒരു രാജ്യവും സ്വതന്ത്രമായി നിൽക്കുന്നവരല്ല. എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ആ അർത്ഥത്തിലാണ് ഇറാനിലെ യുദ്ധം നമ്മളുടെ വേങ്ങരയെ ബാധിക്കുന്നത്. ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ, ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ധീരയായ ഭരണാധികാരി ഇന്ത്യക്കുണ്ടായിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നെഹ്റുവിയൻ ടച്ചുള്ള ഭരണാധികാരി ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ, നിക്സനോട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഇന്ദിരയുടെ അനുയായി ഈ രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഇറാനിൽ ബോംബ് വീഴുമ്പോ പശ്ചിമേഷ്യയിൽ ബോംബിടാൻ നിനക്കെന്ത് അധികാരമെന്ന് അമേരിക്കയോട് ചോദിക്കാൻ ഇന്ത്യക്കാകുമായിരുന്നു. ഇന്ത്യ ചോദിക്കുമായിരുന്നെങ്കിൽ അവിടെ ആ ബോംബ് വീഴുമായിരുന്നില്ല. പക്ഷേ എപ്സ്റ്റനോട് സൗഹൃദം പുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്കുള്ളത് എന്നത് അപമാനകരമാണ്. അവരുടെ മുമ്പിൽ നിക്സൺ അല്ല ഉള്ളത് എന്നതും നമുക്കറിയാവുന്നതാണ്. കേന്ദ്രത്തിലെ അവസ്ഥ ആ അർത്ഥത്തിൽ തന്നെയാണ്. കേരളം, രണ്ടാമത്തെ ഘടകം കേരളമാണ്. 10 വർഷമായി സ്നേഹമുള്ളവരെ നമ്മൾ അനുഭവിക്കുകയാണ്. 10 വർഷക്കാലം. ഒരു കാര്യം ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, എല്ലാം കേന്ദ്രത്തിന്റെ കുഴപ്പമെന്നെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ സഖാവ് പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രം മാത്രമാണോ? എങ്കിൽ വേങ്ങര അങ്ങാടിയിൽ നിന്ന് അടിക്കുന്ന ഒരു ഡീസലിനേക്കാൾ എങ്ങനെയാണ് കർണാടകയിൽ 10 രൂപ കുറയുന്നത്? വേങ്ങരയിൽ നിന്ന് അടിക്കുന്ന പെട്രോളിനേക്കാൾ എങ്ങനെയാണ് നിലമ്പൂർ ചുരം കയറി തമിഴ്നാട്ടിലെത്തിയാൽ പെട്രോളിന്റെ വില കുറയുന്നത്? അവിടെ ഭരിക്കുന്നവർക്ക് അധിക ചാർജ് വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. അവരെന്താ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് കൂട്ടുന്ന അധിക വില കേരളത്തിനോ കർണാടകക്കോ തമിഴ്നാട്ടിനോ വേണ്ടെന്ന് പറയുന്നു. എന്നാൽ മോദി പിടിയുന്നതിനപ്പുറം ഈ 10 വർഷക്കാലമായി പിണറായി വിജയൻ പിടിയുകയാണ്. എന്റെ ചോദ്യം അതല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിഞ്ഞ് ടാക്സ് വാങ്ങിയിട്ട്, ഈ അങ്ങാടിയിലെ കടകളുടെ മുഴുവൻ ടാക്സും വർദ്ധിപ്പിച്ചിട്ട്, നമ്മൾ നിൽക്കുന്ന വീടിന്റെയും കുടിലിന്റെയും ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെയും റോഡിന്റെയും ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ട് സഖാവ് പിണറായി വിജയൻ എന്നിട്ടും കേരളത്തിന്റെ പൊതുകടം കുറയാത്തത് എന്ന് നിങ്ങളൊന്ന് പറയും. എന്തിനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? അതും കൂടെ പറയണമല്ലോ. വേങ്ങരയിൽ വന്നിട്ട് നിങ്ങൾ ചിലരെ മുൻനിർത്തിയിട്ട് കളിക്കുന്ന കളിയുണ്ടല്ലോ. മറുപടി പറയേണ്ടത് കേരളം ഭരിച്ച 10 കൊല്ലം ഭരിച്ചവരാണ്. എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കക്കാനാണോ? മക്കളും കുട്ടികളൊക്കെ കട്ട് കഴിഞ്ഞല്ലോ. ഇനി മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഈ നാട് കക്കാൻ വേണ്ടിയാണോ അടുത്ത 5 വർഷത്തെ മാൻഡേറ്റ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ കയ്യിലുള്ള പുതിയ പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ പറയൂ, എന്താ പുതിയ പ്രോജക്റ്റ്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ? ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നടക്കുന്നത് ആസാമിലാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരനായ ഫാഷിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് ആസാം ഭരിക്കുന്നത്, BJP-യുടെ. അയാളെ താഴെ ഇറക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ CPM-നോട് ചോദിക്കട്ടെ, ആസാമിലെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ? രണ്ടാമത്തെ പ്രധാനം കേരളമല്ല,
രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിലാണ്. എന്റെ CPM-കാരാ, ആ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് BJP-യെ തോൽപ്പിക്കാനുള്ള ത്രാണിയുണ്ടോ? കോൺഗ്രസ് അവിടെ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BJP-യെ തോൽപ്പിക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കേരളത്തില് BJP തോൽപ്പിക്കാൻ തീരുമാനിച്ച ചിലരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ VD സതീശനാണ് BJP-യുടെ നമ്പർ 1 ടാർഗറ്റ്. K മുരളീധരനാണ് BJP-യുടെ നമ്പർ 2 ടാർഗറ്റ്. അവർ ബൽറാമിനെ തോൽപ്പിക്കണമെന്നുണ്ട്. അവർക്ക് തെരഞ്ഞെടുത്ത ഏകദേശം 6 പേരെ തോൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, BJP തോൽപ്പിക്കണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തേ ഒരൊറ്റ CPM-കാരനില്ലാത്തത്? എന്തുകൊണ്ടാണ് BJP ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ എന്തേ പിണറായി വിജയൻ ഇല്ലാത്തത്? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയണം. ആരെ മുന്നിൽ നിർത്തിയാലും CPM-കാരാ രാഷ്ട്രീയം പറയണം. വേങ്ങരയില് ഇവിടെ NRC-യുടെ വിഷയം വന്നപ്പോ, CAA-യുടെ വിഷയം വന്നപ്പോ അപ്പോഴൊക്കെ പറയേണ്ട രാഷ്ട്രീയമില്ലേ? ഞാൻ ചോദിക്കുന്നത്, വേങ്ങരയിൽ നിങ്ങൾ പറയാണ് വേങ്ങരക്കാരൻ മതി. എന്തൊരു അരാഷ്ട്രീയ വാദമാണ് എന്റെ ഇടതുപക്ഷക്കാരാ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് VS അച്യുതാനന്ദനെ അറിയുമോ? VS ആലപ്പുഴയിൽ നിന്ന് വന്ന് പാലക്കാട് മത്സരിച്ചിട്ടാണ് അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. നിങ്ങൾ രാഷ്ട്രീയം അറിയുമോ? സ്വരാജ് നിലമ്പൂർക്കാരനാണ്. നിലമ്പൂർക്കാർ സ്വരാജിനെ തോൽപ്പിച്ചു. നിലമ്പൂരുകാർ സിരോജിനെ തോൽപ്പിച്ചു. പക്ഷേ എറണാകുളത്തുകാർ സ്വരാജിനെ ജയിപ്പിച്ചു. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാദേശികവാദമാണ് രാഷ്ട്രീയമായി നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ, വേങ്ങരയിലെ ജനങ്ങളോട് ഞാൻ പറയട്ടെ, എത്രയോ ഉപഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കട്ടൗട്ടും ഫ്ലക്സും ഒക്കെ ഈ വേങ്ങരയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാരാണ് എന്ന് വേങ്ങരക്കാർ ചോദിച്ചോ? നമ്മുടെ കാരണവന്മാര് ചോദിച്ചോ? നമ്മുടെ കുട്ടികൾ ചോദിച്ചോ? ഒറ്റ കാര്യം, അയാൾ ഏത് ജാതി, ഏത് മതം, ഏത് രാഷ്ട്രീയം ഒന്നും വേങ്ങരക്ക് വിഷയമല്ല. അയാൾ അതിമനോഹരമായി കാൽപന്ത് കളിച്ച് ലോകത്തിന്റെ കപ്പ് വാങ്ങാൻ പോയ ഒരുത്തനാണ്. ആ മനുഷ്യനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച മനസ്സുള്ളവരാണ് ഈ മലപ്പുറത്തിന്റെ ഗ്രാമങ്ങൾ. എത്രയോ ഉപഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്ത്. CPM-കാരാ, നീ മലപ്പുറത്തുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തുർക്കിയിലെ ഖിലാഫത്ത് തീരുമ്പോ അന്ന് ഗൂഗിളില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒരു സൗകര്യവും ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. എന്നിട്ടും തുർക്കിയിലെ ഖിലാഫത്ത് നിന്നപ്പോ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഏറ്റെടുത്തത് ഈ മലപ്പുറം ജില്ലയാണ്. അത് സഖാബിന് അറിയുമോ? രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഈ മലപ്പുറം ജില്ലയാണ് അവർ അരാഷ്ട്രീയവാദികളാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, വേങ്ങരയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? വിലക്കയറ്റത്തെ കുറിച്ച് പറയണ്ടേ? NRC-യെ കുറിച്ച് പറയണ്ടേ? പൗരത്വത്തെ കുറിച്ച് പറയണ്ടേ? ഗ്യാസിന്റെ വില കയറിയാൽ പറയണ്ടേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളുടെ മൈലാഞ്ചിച്ചോട്ടിലെ അപ്പം ചുടൽ മാത്രമാണോ രാഷ്ട്രീയമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണോ രാഷ്ട്രീയം? എന്നാ കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നാട്ടില് നിങ്ങളൊക്കെ പറയുമ്പോ, രാഷ്ട്രീയം പറയുമ്പോ ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഘട്ടത്തിൽ. അറിയുമോ നിങ്ങൾ? ഇസ്രായേലിന്റെ നെതന്യാഹു എന്ന് പറയുന്ന തെമ്മാടി, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ആ തെമ്മാടി ഫലസ്തീനിലെ മനുഷ്യരെ കൊല്ലുമ്പോ ഈ തെരുവുകളിൽ ഞാനുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. നിങ്ങൾ എവിടെയായിരുന്നു? വോട്ട് ചെയ്യാൻ നേരത്ത് വന്ന് വോട്ട് ചോദിക്കുന്നില്ലേ? എവിടെയായിരുന്നു നിങ്ങൾ? ഈ വേങ്ങരക്കാർക്ക് അറിയാലോ, ഞാൻ 24 മണിക്കൂറും വേങ്ങരയിലാണ്. എന്നെ വേങ്ങരയിലെ സ്റ്റാച്യു പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ വേങ്ങരക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ